നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മൂന്നാം T20 മത്സരം ധരംശാലയിൽ ഞായറാഴ്ചയാണ്. ഇന്ത്യൻ പ്ലേയിങ് ലെവലിൽ മാറ്റമുണ്ടാകുമോ? ഓപ്പണർ സ്ഥാനത്തേക്ക് ഗില്ലിനെ മാറ്റി സഞ്ജു സാംസണിനെ കൊണ്ടുവരുമോ? ചോദ്യങ്ങൾ ഉയരുന്ന സമയമാണ്. സഞ്ജു ഇനി പ്ലേയിങ് ലെവലിൽ എത്തിയാൽ തന്നെ ഓപ്പണർ ആകുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് ശുഭ്മൻ ഗില്ല്. ആ ഗില്ല് എത്ര മോശമായി കളിച്ചാലും ടീമിൽ നിലനിർത്താനാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ വലിയ രൂപത്തിൽ എന്തായാലും ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്രമുഖ താരങ്ങളൊക്കെ തന്നെ ഇത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് നമ്മൾ രണ്ടുപേരുടെയും ഓപ്പണേഴ്സ് എന്ന നിലയിൽ T20യിലെ പ്രകടനം എങ്ങനെയുണ്ടെന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. സഞ്ജുവിൻ്റെ ഇരട്ടി അവസരങ്ങൾ ഗില്ലിന് ഓപ്പണറായിട്ട് കിട്ടിയിട്ടുണ്ട്. 35 മത്സരങ്ങളിൽ T20I മത്സരങ്ങളിൽ ഗില്ല് ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സഞ്ജുവോ 17 മത്സരങ്ങളിലാണ് ഓപ്പൺ ചെയ്തത്. ഗില്ല് ഈ 35 കളികളിൽ നിന്ന് 841 റൺസാണ് അടിച്ചത്. 35 ഇന്നിങ്സുകളിൽ നിന്ന് 841 റൺസ്. സഞ്ജു 17 ഇന്നിങ്സുകളിൽ നിന്ന് 522 റൺസ്. ആവറേജ് നോക്കിയാൽ ഗില്ലിൻ്റെത് 28.03 സഞ്ജുവിൻ്റെത് 32.62 എന്ന് പറഞ്ഞാൽ ബെറ്റർ ആണെന്ന് അർത്ഥം. ഗില്ലിനേക്കാൾ ബെറ്ററാണ്. സ്ട്രൈക്ക് റേറ്റിൽ വലിയ വ്യത്യാസമുണ്ട്. സ്ട്രൈക്ക് റേറ്റ് ഗില്ലിൻ്റെത് 140.4 ആണെങ്കിൽ സഞ്ജു സാംസണിൻ്റെത് 178.76. ഇന്നത്തെ ക്രിക്കറ്റിൽ T20യിൽ സ്ട്രൈക്ക് റേറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ആദ്യ ബോൾ മുതൽ അടിച്ചു തുടങ്ങാൻ കപ്പാസിറ്റിയുള്ളൊരു പ്ലെയർ അനിവാര്യമാണ്. ഗില്ല് അങ്ങനെയല്ല. ഗില്ല് ക്രീസിൽ നില ഉറപ്പിച്ചതിന് ശേഷം ആഞ്ഞടിക്കാൻ കെൽപ്പുള്ളയാളാണ്. വൺസ് ഗെറ്റ് ഗോയിങ് അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷേ സഞ്ജു അങ്ങനെയല്ല. ഫ്രം ദി ബോൾ വോൺ ഇറ്റ് സെൽഫ് അദ്ദേഹത്തിന് അടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രൈക്ക് റേറ്റിലെ വ്യത്യാസം എവിഡൻ്റാണ്. പിന്നെ സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും 17 കളിയിൽ നിന്ന് സഞ്ജു 3 സെഞ്ചുറികൾ നേടിയപ്പോൾ ഗില്ല് 35 ഇന്നിങ്സിൽ നിന്ന് ഒറ്റ സെഞ്ചുറിയാണ് നേടിയത്. T20I സെഞ്ചുറി. സഞ്ജുവിന് 3 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയുമാണെങ്കിൽ സഞ്ജുവിൻ്റെ ഇരട്ടി കളി കളിച്ച ഗില്ലിന് 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയുമാണ്. സമീപകാലത്തെ ഗില്ലിൻ്റെ ഫോമിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീണ്ടും അതിലേക്ക് പോകുന്നില്ല. സോ ഈ കണക്കുകൾ തന്നെ അതിനുള്ള ഉത്തരം പറയുന്നുണ്ട്. സഞ്ജു ആണോ അതല്ല ഗില്ലാണോ ഓപ്പണിങ്ങിൽ കൂടുതൽ ബെറ്റർ എന്ന് ടീം മാനേജ്മെൻറ്റ് കണ്ണു തുറന്നാൽ നല്ലത്. അല്ലെങ്കിൽ വേൾഡ് കപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ ഒരാളെ വൈസ് ക്യാപ്റ്റനാക്കി നിലനിർത്തി ടീം ബാലൻസ് കളയുന്നതിൽ എന്തർത്ഥം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.